നമസ്കാരം. ന്യൂസ് 25ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇടപെട്ടതായാണ് സുധീഷ് കുമാറിന്റെ മൊഴി. ഭരണസമിതി പറഞ്ഞത് പ്രകാരമാണ് പ്രവർത്തിച്ചതെന്നും സുധീഷ് കുമാറിന്റെ മൊഴിയിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. നിലവിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാം കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടിളപ്പാളയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് റാന്നി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ട്രാക്കിലേക്ക് വീണ് പരിക്ക് പറ്റിയ പെൺകുട്ടി ICUവിൽ തുടരുന്നു. തിരുവനന്തപുരം സ്വദേശി ശ്രീകുട്ടിയാണ് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുള്ളത്. ആന്തരിക രക്തസ്രാവമുള്ളതിനാൽ 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ഇന്നലെ രാത്രി കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യവെയാണ് പ്രതി പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്കിട്ടത്. ട്രെയിനിലെ സുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി. വർക്കലയിൽ ട്രെയിനിൽ യുവതിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലുള്ള UDFന്റെ MPമാരും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. വർക്കല ട്രെയിൻ അതിക്രമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടി യാത്ര ചെയ്തിരുന്ന കേരള എക്സ്പ്രസിൽ സുരക്ഷയ്ക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ല എന്ന കണ്ടെത്തൽ. ട്രെയിനിൽ RPFന്റെയോ കേരള റെയിൽവേ പോലീസിന്റെയോ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ല. അതേസമയം ക്രൈം പാറ്റേൺ അനുസരിച്ചാണ് പോലീസിനെ വിന്യസിക്കുന്നതെന്നാണ് RPFന്റെ വിശദീകരണം. കേരള എക്സ്പ്രസിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടിത്തള്ളിയിട്ട സംഭവത്തിൽ പ്രതിയായ തിരുവനന്തപുരം പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിനുള്ള വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം റെയിൽവേ പോലീസാണ് സുരേഷ് കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിനെ രക്തസാക്ഷിയാക്കി DYFI പ്രമേയം. കഴിഞ്ഞ ദിവസം നടന്ന കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് പുളിയാത്തോട് സ്വദേശി ഷെറിലിനെ രക്തസാക്ഷിയാക്കി അനുശോചനം രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയിൽ TTE ആക്രമിച്ച കേസിൽ എഴുതിത്തള്ളി റെയിൽവേ പോലീസ്. പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വിശദീകരണം. ആക്രമണത്തിൽ ആലുവ സ്വദേശി ജെയ്സൺ തോമസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആക്രമിച്ചയാളുടെ ഫോട്ടോ റെയിൽവേ പോലീസിന് കൈമാറിയിട്ടും പ്രതിയെ കണ്ടെത്താനായില്ലെന്നാണ് കേസ് എഴുതിത്തള്ളിയതിന് കാരണമായി പറയുന്നത്. കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടെന്ന അസിസ്റ്റന്റ് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. വോട്ടുകൾ പല വാർഡുകളിൽ നിന്നും കൂട്ടത്തോടെ മാറ്റിയിട്ടുണ്ടെങ്കിലും അത് സംബന്ധിച്ച രേഖകൾ ഓഫീസിലില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിവരം തേടി BLOമാർ ചൊവ്വാഴ്ച മുതൽ വീടുകളിൽ എത്തിത്തുടങ്ങും. ഡിസംബർ 4 വരെയാണ് വിവരശേഖരണം. ഈ ഘട്ടത്തിൽ രേഖകളൊന്നും നൽകേണ്ടതില്ല. ഡിസംബർ 9 പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് BJP ധാരണയായെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ആ ധൈര്യത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ശബരിനാഥിനെ ഇറക്കിയാലും കോർപ്പറേഷൻ പിടിക്കാനാവില്ല. VD സതീശൻ തന്നെ മത്സരിച്ചാലും LDF മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച വ്യക്തിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ. ഇയാൾ ആശുപത്രി വിട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ലക്ഷദ്വീപ് സ്വദേശിക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ പ്രതികരിച്ച ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. 2 ദിവസത്തിനുള്ളിൽ പ്രശ്ന പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കർഷകരുടെ വികാരം ന്യായമാണ്. സർക്കാർ കർഷകരുടെ വികാരത്തിനൊപ്പമാണെന്നും മന്ത്രി പറഞ്ഞു. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൂർണമെന്റിലുടനീളം ഇന്ത്യൻ ടീം കാഴ്ചവെച്ച പോരാട്ടവീര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിനും കായിക മേഖലയ്ക്കും മാത്രമല്ല രാജ്യത്തിനാകെ തന്നെ അഭിമാനം പകരുന്നതാണ് ഈ വിജയമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു. മെസ്സി കേരളത്തിൽ വരുമെന്ന അവകാശവാദവുമായി കായിക വകുപ്പ് മന്ത്രി വീണ്ടും രംഗത്ത്. 2 നാൾ മുൻപ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ മെയിൽ വന്നു. മാർച്ചിൽ വരുമെന്ന് ഉറപ്പ് നൽകിയെന്ന് V അബ്ദുറഹ്മാൻ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷന്റെ മാറ്റത്തിൽ പ്രതികരണവുമായി മന്ത്രി സജി ചെറിയാൻ. പ്രേംകുമാറിനെ മാറ്റിയത് കാലാവധി കഴിഞ്ഞതിനാലാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഏതെങ്കിലും തർക്കങ്ങളുടെ പുറത്തല്ല മാറ്റമെന്നും മന്ത്രി പറഞ്ഞു. മൂന്നാറിൽ വെച്ച് ടാക്സി ഡ്രൈവർമാരിൽ നിന്നും ദുരനുഭവം നേരിട്ടതായി മുംബൈ സ്വദേശിനി. ഊബർ വാഹനം വിളിച്ച് യാത്ര ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് യുവതിയുടെ ആരോപണം. മുംബൈ സ്വദേശിനി ജാൻവിയാണ് ദുരനുഭവം സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത്. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുൻ ജില്ലാ അധ്യക്ഷനായ VV രാജേഷിനെ കവടിയാറിൽ മത്സരിപ്പിക്കാൻ BJPയിൽ ആലോചന. BJP സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലാണ്. വാർഡ് തലങ്ങളിൽ നിന്നുള്ള 3 അംഗ സ്ഥാനാർത്ഥി പട്ടിക ജില്ലാ നേതൃത്വത്തിന് കൈമാറി. സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കും. കണ്ണൂരിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചു. കണ്ണൂർ കുറുമാത്തൂരിലാണ് സംഭവം. ജാബിർ മുബഷിറ ദമ്പതികളുടെ മകൻ അലനാണ് മരിച്ചത്. കൊല്ലം അഞ്ചലിൽ പന്നിപ്പടക്കം കടിച്ചെടുത്ത വളർത്തുനായ്ക്ക് ദാരുണാന്ത്യം. മണലിൽ ഭാനു വിലാസത്തിൽ പ്രകാശിന്റെ വീട്ടിലെ വളർത്തുനായയാണ് ചത്തത്. ഇന്നലെ രാത്രിയിലായിരുന്ന സംഭവം. പൊട്ടിത്തെറിയിൽ നായയുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി.
ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെ പരിചയപ്പെട്ട 9ാം ക്ലാസ്സുകാരിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച യുവാവിന് 30 വർഷം കഠിന തടവും 5.75 ലക്ഷം രൂപ പിഴയും വിധിച്ച് കോടതി. ചിറയൻകീഴ് ശാർക്കര സ്വദേശി സുജിത്തിനെയാണ് ആറ്റിങ്ങൽ അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പെൺകുട്ടിയുടെ മാതാവിനെ ഉറക്കഗുളികകൾ നൽകി മയക്കിയ ശേഷമായിരുന്നു പ്രതിയുടെ ലൈംഗികാതിക്രമം. വോട്ടർ പട്ടിക പരിഷ്കരണം SIR-നെതിരെ തെരുവിൽ പ്രതിഷേധിക്കാൻ തൃണമൂൽ കോൺഗ്രസ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും MP അഭിഷേക് ബാനർജിയും നാളെ കൊൽക്കത്തയിൽ പ്രതിഷേധിക്കും. SIR നടപടികൾ നാളെ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രതിഷേധം. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ചൈന തങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന ആരോപണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തങ്ങൾ എപ്പോഴും അവരെ നിരീക്ഷിക്കുന്നു. ചൈനയെ തട്ടിമാറ്റുന്നതിന് പകരം അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ശക്തിപ്പെടാൻ കഴിയുമെന്നും ട്രംപ് പറഞ്ഞു. മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിക്കുന്ന ഹ്രസ്വ ചിത്രവുമായി സംവിധായകൻ രഞ്ജിത്ത്. ആരോ എന്ന് പേരിട്ടിരിക്കുന്ന ഹ്രസ്വ ചിത്രത്തിൽ മഞ്ജു വാര്യർ, ശ്യാമപ്രസാദ്, അസീസ് നെടുമങ്ങാട് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ YouTube ചാനലിലൂടെയാണ് റിലീസ് ചെയ്യുന്നത്. ഇതോടെ ന്യൂസ് 25 പൂർണ്ണമാകുന്നു. നമസ്കാരം.